ഒരു മഞ്ഞുമൂടിയ സ്ഥലത്ത് തന്റെ നായയെ വിളിച്ച് സ്ലെഡ്ജ് വലിക്കാൻ ആവശ്യപ്പെടുന്ന ഒരാളാണ് ഈ വീഡിയോയിൽ. എന്നാൽ തന്റെ നായയുടെ സ്ഥാനത്ത് പുതിയൊരു നായ ഇരിക്കുന്നത് അയാൾ കാണുന്നു. യഥാർത്ഥത്തിൽ ഈ പുതിയ നായ ആദ്യത്തെ നായയെ ഓടിച്ചുവിട്ടതാണ്. കാരണം ആദ്യത്തെ നായ മറ്റ് നായകളെ ഉപദ്രവിക്കുകയും സ്വയം അവരുടെ നേതാവാണെന്ന് കരുതുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ നായ പോയതോടെ ഈ പുതിയ നായ എല്ലാവരുടെയും നേതാവായി മാറിയിരിക്കുന്നു. പുതിയ നായ വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ എന്നതുകൊണ്ട് ഉടമസ്ഥൻ അതിനോട് തിരികെ പോകാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ആ നായ അനുസരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ഉടമസ്ഥൻ അതിനെ ബലം പ്രയോഗിച്ച് തിരിച്ചയക്കുന്നു. അതിനുശേഷം അയാൾ സ്ലെഡ്ജ് വലിക്കാൻ തയ്യാറായി നിന്ന ഒരു വയസ്സായ നായയെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നാൽ അവരുടെ പുതിയ നേതാവിനെ മുന്നിൽ കണ്ടപ്പോൾ മറ്റ് നായകളൊന്നും സ്ലെഡ്ജ് വലിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ തളർന്നു തോറ്റ് ഉടമസ്ഥൻ അതേ പുതിയ നായയെ വീണ്ടും മുന്നോട്ട് വിളിച്ചു. ഒരു നേതാവിനെപ്പോലെ ആത്മവിശ്വാസത്തോടെ ആ നായ മുന്നോട്ട് വന്നു. ഉടൻ തന്നെ അതിന്റെ കഴുത്തിൽ സ്ലെഡ്ജിന്റെ ചങ്ങല ബന്ധിപ്പിച്ചു. അത് മുന്നോട്ട് വന്നയുടൻ മറ്റു നായകൾക്കും ആവേശം വന്നു. അവസാനമായി തന്റെ കൂട്ടാളികളെ നോക്കി അയാൾ തിരിഞ്ഞു നോക്കി. കാരണം തന്റെ ആദ്യത്തെ ഉത്തരവാദിത്തം നിറവേറ്റാൻ അവൻ പൂർണ്ണമായും തയ്യാറായിരുന്നു. അത് മുന്നോട്ട് നീങ്ങിയതും എല്ലാ നായകളും ഒരുമിച്ച് സ്ലെഡ്ജ് വലിക്കാൻ തുടങ്ങി. പുതിയ നേതാവിനൊപ്പം അവരുടെ വേഗത കൊടുങ്കാറ്റ് പോലെയായി. ഇത്രയും വേഗത്തിൽ ഒരു സ്ലെഡ്ജ് ഓടുന്നത് ഉടമസ്ഥൻ മുൻപ് കണ്ടിട്ടില്ല. ആദ്യമായി മുന്നോട്ട് വരാൻ അവസരം ലഭിച്ചതുകൊണ്ട് അവൻ ഈ അവസരം പൂർണ്ണ ശക്തിയോടെ ഉപയോഗിക്കുകയായിരുന്നു. അവന്റെ കഠിനാധ്വാനം കൊണ്ട് അവൻ എല്ലാവരുടെയും ഇടയിൽ തന്റെ ആധിപത്യം സ്ഥാപിച്ചു. അവന്റെ ശക്തി കണ്ടപ്പോൾ ഉടമസ്ഥനും അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ പ്രശ്നം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് മലയിലെ മഞ്ഞ് താഴേക്ക് അതിവേഗം ഒഴുകി നീങ്ങാൻ തുടങ്ങി. ശരിയായ സമയത്ത് ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ മഞ്ഞുവീഴ്ച എല്ലാവരെയും ഒഴുക്കിക്കൊണ്ടുപോയേക്കാം. ഉടമസ്ഥൻ ഉടൻ തന്നെ നായയോട് മറ്റൊരു ദിശയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നായയ്ക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമായിരുന്നു. അത് ചുറ്റും ശ്രദ്ധാപൂർവം നോക്കി. എന്നിട്ട് അതിന്റെ കണ്ണുകൾ മലയുടെ താഴെയുള്ള ഒരു ഗുഹയിൽ പതിഞ്ഞു. എന്നാൽ ഗുഹയിലേക്ക് പോകുന്നത് അപകടരഹിതമായിരുന്നില്ല. എന്നിട്ടും നായ ആ ദിശയിലേക്ക് തിരിഞ്ഞു. അവരുടെ വേഗതയ്ക്ക് ഒപ്പം അതേ വേഗതയിൽ മരണവും അവരെ പിന്തുടർന്നു. നായയുടെ ഈ തീരുമാനം കണ്ട് ഉടമസ്ഥൻ ഞെട്ടുകയും അല്പം ഭയപ്പെടുകയും ചെയ്തു. നായയുടെ ധൈര്യം കണ്ടപ്പോൾ ഭയത്തെ നേരിടാൻ അത് മലവെള്ളം കുടിച്ചതുപോലെ തോന്നി. അവർ ഗുഹയുടെ അടുത്തേക്കെത്തിയപ്പോൾ മരണവും അതേ വേഗതയിൽ അവരെ സമീപിക്കുകയായിരുന്നു. എന്നാൽ നായ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതിന്റെ വേഗതയോടെ അതെല്ലാവരെയും സുരക്ഷിതമായി ഗുഹയ്ക്കുള്ളിലെത്തിച്ചു. എന്നാൽ അപകടം അവസാനിച്ചിരുന്നില്ല. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും മഞ്ഞുവീഴ്ചയ്ക്ക് ഗുഹയിൽ വെച്ച് തന്നെ അവരുടെ ജീവനെടുക്കാൻ കഴിയുമായിരുന്നു. ശരിയായ സമയത്ത് പുറത്തുവന്നില്ലെങ്കിൽ മഞ്ഞുപ്രവാഹം ഗുഹയിലേക്കുള്ള വഴി പൂർണ്ണമായും അടച്ചുകളയും. എന്നാൽ ഭാഗ്യവശാൽ അവർ ഗുഹയിൽ പ്രവേശിച്ച അതേ വേഗതയിൽ ഗുഹയുടെ മറുവശത്തുകൂടി അവർ പുറത്തുവന്നു. തുടർന്ന് പതിയെ ഈ അപകടകരമായ കൊടുങ്കാറ്റിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടു. നഗരത്തിലെ ആളുകൾ അവരെ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. കാരണം അവർ ഉച്ചയോടെ എത്തേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ സന്ധ്യയായിരുന്നു.